കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതിക്കും വിവേചനത്തിനുമെതിരെ LDFിൻ്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തി വരികയായിരുന്നു. ആ സത്യാഗ്രഹ സമരത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ചേലോറയിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ഏജ് ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കരാറിലേർപ്പെട്ട കമ്പനികളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുമായിരുന്നു. മറ്റൊരാവശ്യം പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഡിവിഷനുകളോട് കാണിക്കുന്ന വികസന കാര്യങ്ങളിലെ വിവേചനത്തിന് എതിരെയുള്ള പ്രതിഷേധമായിരുന്നു. ഒരു കാര്യത്തിൽ ഇന്നലെ കൗൺസിൽ യോഗം തീരുമാനമെടുക്കുകയുണ്ടായി. ചേലോറയിലെ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യൽ കരാറിലെ ഏജ് ചൂണ്ടിക്കാണിച്ച ക്രമക്കേടിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ കമ്പനികളെ ആ കരാറിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം നിയമ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDF സമരം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. സമരത്തിൽ ഉന്നയിച്ച ഒരു മുദ്രാവാക്യം അംഗീകരിക്കാൻ കോർപ്പറേഷൻ തയ്യാറായ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം LDF കൈക്കൊണ്ടത്. മുൻ മേയറുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയിന്മേൽ ഇപ്പോഴത്തെ മേയർ കൈക്കൊണ്ട തീരുമാനം സ്വാഗതാർഹമാണ്. ഞങ്ങൾ ഇക്കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ കൗൺസിലിൽ AG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു കുറിപ്പോടെ അജണ്ടയായി വന്നത്. പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോർപ്പറേഷൻ മേയർ ആ അജണ്ട മാറ്റുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞങ്ങൾക്ക് ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യേണ്ടി വന്നത്. ഇത്തവണ കൗൺസിൽ യോഗത്തിന് മുമ്പ് CPIMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ കോർപ്പറേഷൻ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവ് N. സുകന്യ അടക്കമുള്ള ഞങ്ങളെല്ലാം മധുരയിലെത്തിയതിന് ശേഷമാണ് മേയർ മുസ്ലിം മഠത്തിൽ സുകന്യയുമായി ഫോണിലൂടെ സംസാരിക്കുന്നത്. മേയർ പറഞ്ഞു, ഇത്തവണത്തെ കൗൺസിൽ യോഗത്തിൽ ചേലോറയിലെ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യൽ കരാറുമായി ബന്ധപ്പെട്ട AGയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സുകന്യ എന്തെല്ലാമാണ് വിഷയങ്ങളെന്ന് ചോദിച്ചു. അതിനെ തുടർന്നാണ് നേരത്തെ മാറ്റിവെച്ച അജണ്ടയിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് കരാർ കമ്പനികളെ കരാറിൽ നിന്ന് ഒഴിവാക്കുമെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നായിരുന്നു. ആ ടെലിഫോൺ സംഭാഷണത്തെ തുടർന്ന് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് സുകന്യ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിന്മേൽ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കും എന്നുകൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ അജണ്ടയായി ചേലോറയിലെ വേസ്റ്റ് നീക്കം ചെയ്യൽ പ്രശ്നം AGയുടെ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നത്.
അങ്ങനെ വന്നപ്പോൾ സുവ്യക്തമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു. പ്രതിപക്ഷം മാത്രമല്ല, കോൺഗ്രസിലെ ചില കൗൺസിലർമാരും പ്രതിപക്ഷ നിലപാടിനോടൊപ്പം അണിനിരന്നു. പി കെ രാഗേഷ് ആണെങ്കിൽ പരസ്യമായി തന്നെ കൗൺസിൽ യോഗത്തിൽ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് 3 കാര്യമാണ്. ഒന്ന്, ഏജ് ചൂണ്ടിക്കാണിച്ച ഈ സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം. അത് വിജിലൻസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വിജിലൻസ് അന്വേഷിക്കണം. ഈ ആവശ്യത്തെ അടിസ്ഥാനമാക്കി ആ സ്ഥലത്തെ കൗൺസിലർ പ്രദീപൻ വിജിലൻസിനൊരു പരാതി കൊടുത്തു. എല്ലാ രേഖകളോടുകൂടിയായിരുന്നു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്ന്, വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത് കരാർ റദ്ദാക്കണം. കരാറുകാരിൽ നിന്നും ഏജ് ചൂണ്ടിക്കാണിച്ചതുപോലെ 1.77 കോടി രൂപ അധികമായി നൽകിയത് ഈടാക്കണം. അതിന്മേൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഈ ആവശ്യത്തിന്മേലാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഉണ്ടായത്. കരാർ കമ്പനികളെ കരാറിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി. അവരിൽ നിന്നും ഏജ് ചൂണ്ടിക്കാണിച്ച അധികമായി അവർക്ക് നൽകിയ തുക ഈടാക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ഉണ്ടായി. അപ്പോൾ ഫലത്തിൽ LDF ഉന്നയിച്ചത് തികച്ചും ശരിയാണ് എന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തോടുകൂടി വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ലെഗസി വേസ്റ്റ് അവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യണമല്ലോ. 7.25 കോടി രൂപക്കാണല്ലോ കരാർ കൊടുത്തത്. കമ്പനികളെ കോർപ്പറേഷൻ സ്വമേധയാ തിരഞ്ഞെടുത്തതാണല്ലോ. സർക്കാർ മറ്റു കോർപ്പറേഷനുകളിലെല്ലാം കമ്പനികളെ പൊതുവായി ഏകോപനത്തോടുകൂടി തിരഞ്ഞെടുത്തപ്പോൾ അന്നത്തെ മേയറുടെ നേതൃത്വത്തിലാണല്ലോ സർക്കാർ അങ്ങനെ കരാറുകാരിയൊന്നും തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കണ്ട, ഞങ്ങൾ കരാറുകാരെ തിരഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ തന്നെ തീരുമാനിച്ചോളൂ. അങ്ങനെ സ്വമേധയാ കരാറുകാരെ തീരുമാനിച്ച കോർപ്പറേഷൻ അന്നത്തെ മേയറുടെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ അഴിമതി നടത്താൻ വേണ്ടിയായിരുന്നു ആ കരാർ ഉണ്ടാക്കിയത് എന്നുള്ളത് ഇപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ മേയർ ലെഗസി വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള പുതിയ കരാർ തയ്യാറാക്കുമ്പോൾ, അതിനാളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ സുതാര്യമായിട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. അതോടൊപ്പം കോർപ്പറേഷന് നഷ്ടപ്പെട്ട തുക നിലവിലുള്ള കരാറുകാരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണം. അവർ ഡെപ്പോസിറ്റായി വെച്ച തുകയേക്കാൾ കൂടുതലാണ് അഡ്വാൻസായി കൊടുത്ത തുക. അത് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കണം. 3, പുതുതായി കരാറിൽ ഏർപ്പെടുമ്പോൾ മൊത്തം നൽകിയ കരാർ തുകയുണ്ടല്ലോ, അതോടൊപ്പം ഇതിനകം ചെലവഴിച്ച തുകയുമുണ്ടല്ലോ. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കോർപ്പറേഷന് അധിക ചെലവ് വരാത്ത വിധത്തിലായിരിക്കണം കരാർ. ഇത് സുതാര്യമായി നടത്തുകയാണ് പുതിയ മേയർ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം ഞങ്ങൾ ഉന്നയിച്ചത് LDF കൗൺസിലർമാരുടെ ഡിവിഷനുകളോട് കാണിക്കുന്ന വികസന വിവേചനം അവസാനിപ്പിക്കണമെന്നാണ്. അത് അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടില്ല. 1 കോടിയിലേറെ രൂപ UDF കൗൺസിലർമാരുടെ ഡിവിഷനുകളിൽ വികസനത്തിനായി അനുവദിക്കുമ്പോൾ LDF കൗൺസിലർമാരുടെ ഡിവിഷനുകളിൽ
ഒരു വർഷം ഏതാണ്ട് 20 ലക്ഷമോ 30 ലക്ഷമോ മാത്രമാണ് അനുവദിക്കുന്നത്. ആ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും LDF സമരം തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയായി. ഏപ്രിലോടുകൂടി പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു. പോയ സാമ്പത്തിക വർഷം കണ്ണൂർ കോർപ്പറേഷൻ പദ്ധതികൾക്കായി ചെലവഴിച്ചത് ആകെ 70% മാത്രമാണ്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും കുറഞ്ഞ തുക ചെലവഴിച്ച കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. യഥാർത്ഥത്തിൽ LDF കൗൺസിലർമാരുടെ ഡിവിഷനുകളിൽ ആ നഷ്ടപ്പെടുത്തിയ പണമെങ്കിലും അനുവദിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ഏറ്റവും കുറഞ്ഞ തുക ചെലവഴിച്ച കോർപ്പറേഷൻ എന്ന അപഖ്യാതി കണ്ണൂർ കോർപ്പറേഷന് നേടേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ട് വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം കലർത്താൻ പാടില്ല. എല്ലാ കൗൺസിലർമാരും ജനങ്ങളുടെ വോട്ട് നേടിയാണ് അവിടെ എത്തിയത്. ഭരിക്കുന്നവർ അവർക്ക് പ്രത്യേക പരിഗണനയും പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അവഗണനയും ആകാൻ പാടില്ല. അക്കാര്യത്തിൽ കോർപ്പറേഷൻ്റെ ഭരണ നേതൃത്വം നീതി പുലർത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊന്ന്, 36 കോടി രൂപ സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചതാണ് കോർപ്പറേഷൻ്റെ പുതിയ കെട്ടിടത്തിനുള്ള പണം. നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ കഴിയും. ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഗൗരവമായ നടപടികളൊന്നും കാണുന്നില്ല. ഇതും പദ്ധതി പണം സർക്കാർ അനുവദിച്ചതിൻ്റെ 70% മാത്രം ചെലവഴിക്കുന്ന മാതൃകയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഇത്രയും കൂടുതൽ തുക മറ്റൊരിക്കലും ഒരു ഗവൺമെൻറ്റും നൽകിയിട്ടില്ല. 36 കോടി രൂപയാണ്. കോർപ്പറേഷൻ്റെ പണമല്ല, LDF സർക്കാർ അനുവദിച്ച പണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇനി കോർപ്പറേഷൻ്റെ പണം സർക്കാരിൻ്റെ പദ്ധതി വിഹിതമാണ് എന്നതുകൊണ്ടുകൂടി തന്നെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണം. അതുകൊണ്ട് കോർപ്പറേഷനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, കോർപ്പറേഷൻ്റെ ഓഫീസിന് വേണ്ടി കിഫ്ബിയിലൂടെ സർക്കാർ അനുവദിച്ച പണം മുഴുവനായും ചെലവഴിച്ച് അതിൻ്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കണം. നിങ്ങൾ ചില പദ്ധതികൾ UDFൻ്റെ പഴയ മേയറുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കാർ പാർക്കിങ്ങും മാർക്കറ്റും അടക്കമുള്ള ചില പദ്ധതികളാണ്. അത് അടിയന്തരമായും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ തുറന്നു കൊടുക്കണം. കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പണിത മൾട്ടി വെഹിക്കിൾ പാർക്കിംഗ് സംവിധാനം അത് പുരാവസ്തു ആയി നാളെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒന്നായി മാറാൻ പാടില്ല. അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതികളെല്ലാം നടപ്പാക്കുകയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും വേണം. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് ജനങ്ങളെ ശിക്ഷിക്കും പോലെയാണ്. മാധ്യമങ്ങളെക്കാൾ മുമ്പിൽ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഉപയോഗിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് നാട്ടിലെ ജനങ്ങളാണ്. കാരണം ഗതാഗത കുരുക്കല്ലേ പട്ടണത്തിൽ. അതുകൊണ്ട് ജനങ്ങളെ ശിക്ഷിക്കുകയാണത്. അതിപ്പോൾ പോയാൽ നമുക്ക് കാണുമല്ലോ അവിടെ. അത് മേയർ തന്നെ പോയിട്ട് നോക്കിയാൽ മതി. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോഴത്തെ മേയർക്ക് പഴയ മേയറെ ന്യായീകരിക്കാനുള്ള ഒരു താല്പര്യവും ഉണ്ടാകാൻ പാടില്ല. അത് ഈ മേയറെ അപകടത്തിലേക്ക് നയിക്കും.
അല്ല, കോൺഗ്രസ് നേതൃത്വത്തിന് പോലും മുൻ മേയറുടെ ഭരണകാലത്ത് നടന്ന കൊള്ളരുതായ്മകളും അഴിമതിയും പറയേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. എപ്പോഴാണോ പാർട്ടി ജില്ലാ കമ്മിറ്റി പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങളോട് പറയും, എന്നേക്കാൾ മികച്ച ഒരാളെ ജില്ലാ സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുക്കും. പാർട്ടി കോൺഗ്രസ് 23ാമത്തെ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ കരുതിയത് ഇതിനു മുമ്പ് നടന്ന പാർട്ടി കോൺഗ്രസിനേക്കാൾ ഏറ്റവും മികച്ചത് കണ്ണൂരിലായിരുന്നു എന്നാണ്. മധുരയിൽ പോയപ്പോഴാണ് മനസ്സിലായത് കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിനേക്കാൾ മികച്ചത് മധുരയിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികളുടെ സഹായത്തോടുകൂടി അവർക്ക് നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നതായിരിക്കും പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ കേഡർമാരും. വ്യക്തിയും പാർട്ടിയും ഇതൊരു ആശയപരമായി വ്യക്തതയുള്ള നിലപാട് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി. ഒപ്പം വ്യക്തിയുടേതായ സംഭാവന പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കിട്ടുന്നുമുണ്ട്. EMS ആണ് അതിന് ശരിയായി വിശകലനം ചെയ്ത് പറഞ്ഞത്. EMS ഒരിക്കൽ പറഞ്ഞു, പാർട്ടിയേക്കാൾ വലുതായി പാർട്ടിയിൽ ആരുമില്ല, പാർട്ടി മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു തത്വമാണ്, ജനങ്ങളാണ് ഏറ്റവും പ്രധാനം, ജനങ്ങളെക്കാൾ വലുതായി ഒരു നേതാവുമില്ല. അപ്പോൾ ആ കാഴ്ചപ്പാടാണ് ഇതിലെല്ലാം ഉള്ളത്. അതാണല്ലോ ഞാനിത് പറഞ്ഞത്. പാർട്ടിയിൽ വ്യക്തിയല്ല, പാർട്ടിയാണ് ഏറ്റവും വലുത്. ജയരാജനല്ല, MV ജയരാജനല്ല ഏറ്റവും വലുത്, CPIM ആണ്. ഓക്കെ, ആയങ്കി ആയാലും ശരി, കോയങ്കി ആയാലും ശരി, കൊട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. ഇവിടെ ജനങ്ങളെല്ലാം തന്നെ ഈ കൊട്ടേഷനെ എതിർത്ത് വന്നപ്പോഴാണ് ഈ ആയങ്കിമാർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പോകുന്നത്. അവിടെയും പാർട്ടിക്കൊറ്റ സ്വരമേ ഉള്ളൂ. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, ലഹരി മാഫിയ ഇതുമായിട്ടൊന്നും പാർട്ടിക്ക് ഒരു തരത്തിലും ബന്ധവുമില്ല. IP വിനു പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ആ നിലപാട് ശരിയാണ്. യഥാർത്ഥത്തിൽ കൊട്ടേഷൻ ഏർപ്പാടിന് പോയത് കൊണ്ടല്ലേ ആ രാമനാട്ടുകരയിൽ 5 ആളെ ജീവൻ കളഞ്ഞത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണം തട്ടിക്കൊണ്ടുവരുന്നതിനിടയിലുള്ള ഓട്ടത്തിലാണല്ലോ ആ വണ്ടി ഒരു അപകടത്തിൽപ്പെട്ട് 5 പേരുടെ ജീവൻ അപഹരിച്ചത്. ഇത് ആയങ്കിമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ആയങ്കി ആയാലും ശരി, കോയങ്കി ആയാലും ശരി, കൊട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. കൊട്ടേഷൻകാരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ ഇവിടെ അതിന് സ്വാധീനം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടാൻ നോക്കുകയാണ്. എവിടെ പോയാലും ശരി കൊട്ടേഷൻ. അതൊന്നും ഇപ്പോൾ ഇല്ല. അതെല്ലാം ചില കാലത്ത് വന്നു വിചാരിച്ച് എല്ലാ കാലത്തും അഗരിയാണ്. അഗരിയൊന്നും ഇല്ല ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ കീഴടങ്ങോ, ജീവൻ പോട്ടേന്ന് വെക്കും. ഇവൻ്റെയൊക്കെ ഭീഷണിക്ക് മുമ്പ് വഴങ്ങാൻ പറ്റുമോ? അത് പറ്റില്ല. കാരണം എന്നാൽ അർജുനായെങ്കിൽ നേരത്തെ തന്നെ പരസ്യമായി CPIM 25 കൊട്ടേഷൻ മാഫിയ സംഘ, ഗുണ്ടാ സംഘ കേടിമാരുടെ പേര് പ്രസിദ്ധീകരിച്ച് പറഞ്ഞതാണ് CPIM. അത് പേര് പറയുമ്പോൾ MP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി നിസ്സാരന്മാരാണ്. പക്ഷെ പാർട്ടിയാണ് ആ പേര് പറയുന്നത്. പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു കൊട്ടേഷൻ സംഘത്തെ അനുവദിക്കൂല. അതുകൊണ്ട് പുതിയ മേച്ചപ്പുറം തേടിയിട്ട് ആയെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ആയെങ്കിൽ ഓർത്തോളണം, വേറിയൊന്നും വേണ്ടാന്ന്. ആ കൊട്ടേഷൻ സംഘ തലവൻ്റെ ആദ്യ ഭാര്യ പണിക്ക് പോകാൻ കാരണം എന്താ? അത് പറയട്ടെ അയാൾ ആദ്യം. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് IP വിനോദിനെ പോലെ ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനെതിരായി ഇവരൊക്കെ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ അതിനൊന്നും വഴങ്ങാൻ പാർട്ടിയില്ല.